ബസ്സിൽ ലൈംഗിക അതിക്രമം ആരോപിച്ച് വീഡിയോ, യുവാവ് ജീവനടക്കി. എൻ്റെ മാതാവ്, എന്തൊരു കഷ്ടം നോക്കണം. ഇത് ഇന്നലെയൊക്കെ മൊബൈലിൽ, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത് ഞാൻ വായിച്ചതാണ്. പക്ഷേ ഇത് പത്രത്തിൽ വരുമെന്നൊന്നും ഞാൻ കരുതില്ല. ഞാൻ വിചാരിച്ച് റീച്ചിന് വേണ്ടി അവർ കള്ളം പറയുന്നതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരുപാട് അഴിമതിയാണ് കേട്ടോ. ഇതിനൊക്കെ ഫേസ്ബുക്കും യൂട്യൂബുകാരും ഇൻസ്റ്റാഗ്രാമുകാരൊക്കെ ഇതൊക്കെ അപ്പോഴും ബ്ലോക്ക് ചെയ്യണം. ഇതൊന്നും ഒരിക്കലും സമൂഹ മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കാൻ അനുവദിക്കരുത്. പാവങ്ങളൊരു വീഡിയോ ഇട്ട് ആരും കാണില്ല. ഇതുപോലെയൊക്കെ തെണ്ടിത്തരം കാണിച്ച് വീഡിയോ ഇട്ട് എല്ലാവരും കണ്ട് വൈറലാക്കി അവളുമാർക്ക് കാശ് കിട്ടാൻ കരുതി കൂട്ടിക്കൊടുക്കും. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇതുപോലെ അപ്സ എന്ന പെണ്ണ് ബസ്സിൽ, അത് ഞാനും ആ വീഡിയോ കണ്ടതാണ്. അയാൾ മാന്യമായിരുന്നു യാത്ര ചെയ്യണം. അതിനെ ഇതുപോലെ വൈറലാക്കി അവൾ റീച്ച് കൂട്ടാൻ എത്രയോ മില്യൺ ആൾക്കാർ കണ്ട്. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? പാവം നല്ല നിരവധിയായ ഒരാൾ ജീവനടുക്കി. നമ്മളെ ബന്ധുക്കളും നമ്മളെ അച്ഛനും സഹോദരങ്ങളൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ചാണ് എന്ത് സംഭവിക്കണമെന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ? ആരാണ്ട് അമ്മയ്ക്ക് ഭ്രാന്ത് വരുമ്പം തെങ്ങി പിടിച്ച് കേട്ടാൻ പറയും. അവനവൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ പിടിച്ച് കേട്ടാൻ പറയുമോ? ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. നാളെ നമ്മളെ വീട്ടിൽ ഇതുപോലെ ഒരു സംഭവങ്ങളൊക്കെ നടക്കും. പക്ഷേ ഇതൊക്കെ അപ്പോഴവിടെ പ്രതികരിക്കണ്ടേ? ഇയാൾ മോശമായി അവളെ ശരീരത്ത് തൊട്ടുരുമിയെങ്കിൽ കരണക്കുറ്റിയിൽ ഒരെണ്ണം പൊട്ടിച്ചിട്ട് അപ്പോഴും പ്രതികരിക്കണമായിരുന്നു. ഞാനും ഇതുപോലെ വീട്ടിൽ ഇരിക്കുന്നു. ചെറിയൊരു കൊച്ചു കട നടത്തുന്നുണ്ട്. പക്ഷേ എനിക്കും ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ, ചെറിയ ഞരമ്പ് രോഗങ്ങളുണ്ട്. ഇല്ലെന്നല്ല ഞാൻ പറയണേ. 1-2 അനുഭവങ്ങൾ എനിക്കും ഉണ്ടായി. പക്ഷേ ഞാൻ അവിടെ പ്രതികരിച്ച്. നമ്മളിങ്ങോട്ട് ഇങ്ങനെ കാശ് വാങ്ങുമ്പോൾ കയ്യിൽ അടക്കിയിട്ടൊരു പിടിയുണ്ട്. അപ്പോഴൊന്നും എന്തടാ നേച്ച് 2 ചീത്തയും വിളിച്ചിട്ടാണ് നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് തെണ്ടിത്തരങ്ങളും ഉണ്ട്. പക്ഷേ ഇതൊക്കെ മാന്യമായിട്ടുള്ള ആൾക്കാരായിരുന്നു. ആ നിൽക്കുന്ന കണ്ടാലേ അറിയാം. ബസ്സിൽ ഞാനും അത് കണ്ടതാണ്, ആ വീഡിയോ. പക്ഷേ ഇതൊക്കെ വളരെ മോശമായിപ്പോയി. ഇങ്ങനെയൊക്കെ പറഞ്ഞ വീഡിയോ അപ്പോൾ തന്നെ ഇവർ അതിനെ റദ്ദാക്കണം. ഇത് പൈസയ്ക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യണത്. ഇത് കണ്ടപ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും. ഒരു കുടുംബത്തിൽ അത്താണി പോയില്ലേ. നമ്മളെ സഹോദരങ്ങൾ നാളെ യാത്രയൊക്കെ ചെയ്യും. ഒരു ശരീരത്തിന് മുട്ടിയെന്ന് ചിലപ്പം ചില ഞരമ്പ് രോഗികളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എങ്കിലും ഇത് സ്ത്രീകൾക്ക് തന്നെ അപമാനമായ ഒരു കാര്യമായി പോകും. ഇവളെയൊക്കെ പേർക്ക് നടപടി എടുക്കുക തന്നെ വേണം. ഞാനൊരു സ്ത്രീ തന്നെ, പക്ഷേ എങ്കിലും ഞാൻ പറയണത്. തൃശ്ശൂർ നടുവിൽ മഠം മൂപ്പില സ്വാമിയാർ നീലാണ്ടശ്ശേരി സമാധിയായി. ബായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആയിരുന്നു. ബായ്, അടുത്ത വീഡിയോ കാണാമേ.